ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ സീറോ കോസ്റ്റിൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് ആവാറായി. ഇതിന് മുമ്പ് നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ചെടികളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്തത് ഷ്രിമ്പിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷ്രിമ്പ് നല്ല ക്വാളിറ്റി ഉള്ള കിട്ടാണ്ടായപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് വരെ നമുക്ക് ഈ ടാങ്ക് ഇങ്ങനെ കാലിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മളിവിടെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന പാരറ്റ് ഫിഷിൻ്റെ മെയിലുകളുണ്ടായിരുന്നു. മെയിലുകളെ നമ്മൾ എന്ത് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒരു 3 മെയിലിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു 3 ഫീമെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മാറ്റി വേറെ ഒരു ടവറിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ മീനിനെ പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ള ഈ ചെടികളൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മീനുകൾ ഇതിൽ കെടുക്കണം. അവർ ഇതിലുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളരുള്ളൂ. അതും ഒരു തരത്തിലുള്ളൊരു വളം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മീനിൻ്റെ കാഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുവരെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കണ്ടീഷൻ ചെയ്യണ മീനുകളെ നമ്മൾ ഇതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ടാങ്ക് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് വന്നിട്ടുള്ള 0 കോസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലത്തെ ഫോക്സ് ടെയിൽ, അതേപോലെ തന്നെ പിന്നെ ഇതിൽ നമ്മളിട്ടുള്ള ബ്രഹ്മി, പിന്നെ ഈ കാണുന്ന ചെടി നമ്മുടെ ഈ മതിലിലൊക്കെ മഴക്കാലത്ത് വരുന്നതാണ്. അതേപോലെ തന്നെ ഈ മണി പ്ലാന്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 0 കോസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാണുന്ന കല്ലുകളൊക്കെ നമുക്ക് നമ്മളുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കല്ലുകളാണ്. പിന്നെ നമ്മളിതിലിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട്. അത്രമാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ തോട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫോക്സ് ടെയിൽ, അതേപോലെ തന്നെ പിന്നെ പന്നി വെട്ട്, ഈ പറഞ്ഞ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു ചെടി, അതേപോലെ ഈ മണി പ്ലാന്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് വരിക്ക് നമ്മൾ നമ്മുടെ പുഴിമണ്ണാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് എംസാൻഡ് മിക്സ് ചെയ്തിട്ട്, എംസാൻഡ് മിക്സ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിതിൽ പ്ലാന്റ് ചെയ്യുന്ന ചെടികളുടെ ഗ്രോത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എംസാൻഡ് ഇടുന്നത്. എംസാൻഡിൽ നട്ടാൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെ വെച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മളൊരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കണതിനും നല്ലത് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ റിസ്കിൽ നമുക്ക് 0 കോസ്റ്റിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കെ. അപ്പോൾ പ്ലാന്റ് വന്നാൽ തന്നെ അക്വേറിയത്തിനൊരു ഭംഗിയാണ്. പക്ഷേ നമ്മുടെ ഈ ഓസ്കാർ അങ്ങനത്തെ വലിയ മീനുകളൊക്കെ വളർത്തുന്നിടത്ത് പ്ലാന്റഡ് അക്വേറിയം പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് അവർ കടിച്ചു പറിക്കും. ഇതേപോലത്തെ ഈ പാരറ്റ് ഫിഷ്, അതേപോലെ ഷ്രിമ്പ്, അങ്ങനെ ഗപ്പീസ്, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റ് അക്വേറിയത്തിൽ ഇടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. 0 കോസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയൊരു പ്ലാന്റഡ് അക്വേറിയമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.